കേരളത്തിന്റെ കാർഷിക അഭിവൃദ്ധിയിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന സ്ഥാപനമാണ് കേരള കാർഷിക സർവകലാശാല. കേരള കാർഷിക സർവകലാശാലയ്ക്ക് വടക്ക് മഞ്ചേശ്വരം മുതൽ തെക്ക് ബാലരാമപുരം വരെയുള്ള സ്ഥലങ്ങളിൽ സ്റ്റേഷനുകളുണ്ട്. ഏകദേശം 24 പരം സ്റ്റേഷനുകളും അതിൽ 40ഓളം യൂണിറ്റുകളും വിവിധങ്ങളായ യൂണിറ്റുകളുമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേരള കാർഷിക സർവകലാശാല. സർവകലാശാലയുടെ വിവിധ ക്യാമ്പസുകളിൽ കോളേജുകളുണ്ട്, റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻസ് ഉണ്ട്, മറ്റ് വിവിധ തരത്തിലുള്ള ഗവേഷണം നടത്തുന്ന സ്ഥാപനങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഈ ഓരോ സ്ഥാപനങ്ങളിലും വ്യത്യസ്ത രീതിയിലും പൊതുവായ തരത്തിലുള്ള പല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രധാനമായി നടക്കുന്നത് സർവകലാശാലയുടെ മാൻഡേറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ വിദ്യാഭ്യാസം, ഗവേഷണം, വിജ്ഞാന വ്യാപനം ഈ 3 മേഖലകളിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. വിവിധങ്ങളായ റിസർച്ച് സ്റ്റേഷനുകളിൽ ഗവേഷണത്തിന് മുൻതൂക്കം കൊടുത്തുള്ള പ്രവർത്തനങ്ങളും കോളേജുകളിൽ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്തുള്ള പ്രവർത്തനങ്ങളും എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെന്റും വിജ്ഞാന വ്യാപന വിഭാഗത്തോട് ചേർന്നുള്ള മറ്റ് യൂണിറ്റുകളിൽ വിവിധങ്ങളായ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധങ്ങളായ കോളേജുകൾ എന്ന് പറയുമ്പോൾ അതിൽ അഗ്രികൾച്ചർ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും നടക്കുന്ന വിവിധ കോഴ്സുകളുണ്ട്. അഗ്രികൾച്ചർ ഡിപ്ലോമ കോഴ്സുകളുണ്ട്, ഫോറസ്ട്രി കോളേജുണ്ട്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് പഠിക്കുന്നതിന് പ്രത്യേക കോളേജുണ്ട്, ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിന് കോളേജുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ 9 കോളേജുകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഈ കോളേജുകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും വിജ്ഞാന വ്യാപന കേന്ദ്രങ്ങളിലുമായാണ് ഫാം ഓഫീസർമാരുടെ പോസ്റ്റുകൾ ഇന്ന് നിലനിൽക്കുന്നത്. ഈ സ്ഥാപനങ്ങളിൽ എല്ലാം കൂടി ഏകദേശം 210 ഫാം ഓഫീസർ പോസ്റ്റുകളാണ് ഇന്നുള്ളത്. നിലവിൽ ഇതിൽ 170 വേക്കൻ്റായി കിടക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ സർവകലാശാലയിൽ ഫാം ഓഫീസർ തസ്തികയിൽ 170 കൂടുതൽ പോസ്റ്റുകൾ വേക്കൻ്റായി കിടക്കുന്നു. ഈ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കാൻ പോകുന്നത്. ഇത്രയധികം പോസ്റ്റുകൾ ഒരുമിച്ച്